BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. കേരളം മുഴുവൻ വൻ പരിവർത്തനത്തിനും രാഷ്ട്രീയ മാറ്റത്തിനും അവസരമൊരുക്കുമെന്ന് പറഞ്ഞു വന്ന UDF സർക്കാരിന്റെ പ്രവർത്തനം ഒരു മാസം പിന്നിടുമ്പോഴേക്കും തന്നെ തണുത്തുറഞ്ഞ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വിമർശനം. സംസ്ഥാന സർക്കാരിന് വേഗത പോരാ, തീരുമാനങ്ങൾ രാഷ്ട്രീയമായി തിരിച്ചടിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം മൊത്തം പ്രതിച്ഛായയെ ബാധിക്കുന്നു, മുന്നണിയും മന്ത്രിസഭയും തമ്മിലും KPCCയും മുഖ്യമന്ത്രിയും തമ്മിലും ഏകോപനമില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഒരു UDF യോഗം മാത്രമാണ് നടന്നത്. അതാകട്ടെ സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കാനായിരുന്നു. അടുത്ത UDF യോഗം നിയമസഭാ സമ്മേളനത്തിന് ശേഷം ചേരുമെന്ന് തീരുമാനിച്ചെങ്കിലും ഇതുവരെ യോഗം കൂടിയിട്ടില്ല. അതിനിടെ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിനെതിരെ സംസ്ഥാന സർക്കാരിന് അഴിമതി ആരോപണം നേരിടുകയും ചെയ്തു. മുന്നണിയിലെ നേതാക്കളും ഘടകകക്ഷികളും തമ്മിൽ തുറന്ന വാക്പോരിലേക്ക് നീങ്ങുകയും ചെയ്തു. എക്സൈസ് മന്ത്രിയോട് ആലോചിക്കാതെയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മദ്യനയം പ്രഖ്യാപിച്ചതെന്ന ആരോപണം എക്സൈസ് മന്ത്രി M. ലിജു തന്നെ ഉയർത്തിയപ്പോൾ മുന്നണി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നും ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ മദ്യനയം പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രഖ്യാപിച്ചു. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും ഇക്കാര്യത്തിൽ രംഗത്ത് വരികയുണ്ടായി. UDFൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ തല ഊരിയെങ്കിലും ബജറ്റിൽ മദ്യത്തിന്റെ നികുതി നിരക്ക് പ്രഖ്യാപിച്ച് താൻ പിന്നോട്ടില്ല എന്ന നയം ശക്തമായി വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാർ മാറിയ ഉടൻ തന്നെ സർക്കാർ അഭിഭാഷകരെ മാറ്റി നിയമിക്കുകയാണ് പതിവ്. നിയമവകുപ്പിന്റെ ചുമതല കൂടി മുഖ്യമന്ത്രി വഹിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും കാലതാമസമുണ്ടായി. ഇത് ഇടതുപക്ഷം രാഷ്ട്രീയമായി മുതലെടുത്തു. പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കിടെ അക്രമം നടത്തിയവർ അറസ്റ്റിലായ കേസിൽ ജാമ്യം കൊടുക്കുന്ന സംഭവം വന്നപ്പോൾ സർക്കാർ പ്രോസിക്യൂട്ടറായ CPM നേതാവ് T. ഗീനാകുമാരി ജാമ്യ അപേക്ഷയെ എതിർത്തില്ല. തുടർന്ന് ഒരു പ്രതി ജാമ്യം നേടിപ്പോയി. സംഭവം വിവാദമായതിനെ തുടർന്നാണ് അഭിഭാഷക നിയമനം നടന്നത്. തുടർന്ന് വന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവും വിവാദമായി. റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെ KC വേണുഗോപാലുമായി ഉറ്റബന്ധം പുലർത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരായ PM നിയാസും MR അഭിലാഷൻ രംഗത്തെത്തി. ദേവസ്വം ലീഡറായി നിയമിച്ച ആളിനെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടിയും വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ ആളിനെയാണ് ദേവസ്വം അഭിഭാഷകനായി നിയമിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ അദാനി പോർട്സ് ബഹുരാഷ്ട്ര ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചതും വൻ വിവാദമായി മാറി. തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ അതേ ആരോപണം തന്നെ ശശി തരൂരും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കമായി തന്നെയാണ് കാണുന്നത്. ഇതേ തുടർന്ന് നിയമസഭയിൽ അദാനി പോർട്സിനെ തള്ളി VD സതീശൻ രംഗത്ത് വന്നെങ്കിലും തങ്ങൾ അനൗപചാരികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവരം അറിയിച്ചിരുന്നു എന്ന് തന്നെയാണ് അദാനി പോർട്സ് വ്യക്തമാക്കിയത്. സർക്കാരും പാർട്ടിയും മുന്നണിയുമായുള്ള ഏകോപനമില്ലായ്മയാണ് ഈ ആശയക്കുഴപ്പത്തിന് പിന്നിൽ എന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. അദാനി പോർട്സ് സംസ്ഥാന സർക്കാരിന് ഔപചാരികമായി കത്ത് നൽകിയതോടെ ഇത് സംബന്ധിച്ച് വിശദമായി പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാനും കരാർ വ്യവസ്ഥകൾ കൂലങ്കൂഷമായി വിലയിരുത്താനും തീരുമാനിച്ചു. ഈ സംഭവവും സതീശനെ പ്രതിരോധത്തിലാക്കി. PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഇടതു സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി ആരോപണ വിധേയരായ ഊരാളുങ്കൽ സഹകരണ സംഘത്തിന് ടെൻഡർ നടപടികളിൽ ഇളവ് വരുത്തിയും ഒഴിവാക്കിയും UDF സർക്കാർ പദ്ധതികൾ തുടർന്നു നൽകാൻ തീരുമാനിച്ചതും വ്യാപകമായ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. ഇടതു സർക്കാരിന്റെ കാലത്ത് കോഴ ആരോപണം പോലും ഉയർന്ന ഊരാളുങ്കലിന് സംസ്ഥാന സർക്കാർ വെള്ളപൂശുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. കേരള, കാലിക്കറ്റ് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പുറത്തുവിട്ടതും വിവാദമായി.
സർക്കാർ അധികാരത്തിലേറി 1 മാസം പിന്നിട്ടിട്ടും ബോർഡ് കോർപ്പറേഷനുകൾ പുനഃസംഘടന നടന്നിട്ടില്ല. കുറെ കോർപ്പറേഷനുകളിൽ നിന്ന് ഇടതുപക്ഷ നേതാക്കൾ രാജിവെച്ചൊഴിഞ്ഞു. പക്ഷേ ഇനിയും വിട്ടുപോകാത്ത ചിലരെങ്കിലുമുണ്ട്. ഇടതു നേതാക്കൾ സ്ഥാനം ഒഴിഞ്ഞു പോയിടത്താകട്ടെ പലയിടത്തും ഭരണസ്തംഭനവും ആയി. ഇതിനിടെ മുന്നണിയും മന്ത്രിസഭയും KPCCയും തമ്മിലുള്ള ഏകോപനത്തിലും വീഴ്ച വന്നുവെന്ന് ആരോപണം വന്നു. KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് മന്ത്രിയായി ചുമതലയേറ്റതോടെ വല്ലപ്പോഴും മാത്രമാണ് KPCC ആസ്ഥാനത്ത് എത്തുന്നത്. അദ്ദേഹം ചുമതല ഒഴിയും എന്ന നിർദ്ദേശം വെച്ചെങ്കിലും ഇതുവരെ പ്രസിഡന്റിനെ കണ്ടുപിടിക്കാനും നിയോഗിക്കാനും ആയിട്ടില്ല. വിദേശ പര്യടനത്തിലുള്ള രാഹുൽ എത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. 7 DCC പ്രസിഡന്റുമാർ MLA-മാരായതോടെ പകുതി ജില്ലകളിലും നാഥനില്ലാ കളരിയായി. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായിരുന്ന PC വിഷ്ണുനാഥും AP അനിൽകുമാറും മന്ത്രിമാരായതോടെ അവരും പാർട്ടി സംവിധാനത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദം വഹിച്ചിരുന്ന OC ജനീഷും മന്ത്രിയായി. ഭരണഘടനാ സ്ഥാപനമായ PSCക്കെതിരെ മന്ത്രിപദത്തിലുള്ളയാൾ പരസ്യമായി പ്രസ്താവന ഇറക്കേണ്ട സാഹചര്യവും ഇതുമൂലമുണ്ടായി. ഇതിനിടെ വകുപ്പുകളുടെ ദൈനംദിന കാര്യത്തിൽ പാർട്ടിയുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന രീതി UDFൽ ഇല്ലെന്നും നയപരമായ കാര്യങ്ങൾ മാത്രമേ പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി MD സതീശൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിക്ക് നേരെയാണെങ്കിലും ലക്ഷ്യമിട്ടത് പാർട്ടിയിലെ തൻ്റെ സുഹൃത്തുക്കളായ എതിരാളികളെ തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരു കാര്യം വ്യക്തമാണ്, 1 മാസം പിന്നിടുമ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞ പൊട്ടലും ചീറ്റലും അസ്വസ്ഥതകളും മുന്നോട്ടുള്ള പോക്ക് അനായാസമായിരിക്കില്ല എന്ന സൂചന തന്നെയാണ് രാഷ്ട്രീയ രംഗത്തിന് നൽകുന്നത്. KC വേണുഗോപാലിന്റെ നിലപാടും അദ്ദേഹത്തിനൊപ്പമുള്ളവർ അതിശക്തമായി രംഗത്ത് വരുന്നതും ഇതിന്റെ സൂചന തന്നെയാണ്. UDF സർക്കാരിന്റെ ഭാവി ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കണ്ടറിയേണ്ടി വരും എന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.